ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദേവനാരായണനോടും യശോദയോടും സുകുമാരി പറഞ്ഞു, നമ്മുടെ പ്രിയങ്ക മോളെ അവൾ കാരണമാണ് ജയിലിലാക്കേണ്ടി വരിക. അവള് നമ്മുടെ പ്രിയങ്ക മോൾക്കെതിരെ കണിമംഗലത്തുള്ളവരെ എല്ലാവരെയും തിരിച്ചു. അവിടെ നിന്ന് ആരും നമ്മുടെ മോളെ രക്ഷിക്കാനായി പോകില്ലെന്നാണ് അവൾ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവൾ മൂലമാണ് ഈ കുടുംബത്തിന് നാശങ്ങൾ ഉണ്ടാവുന്നത്. ഇതിനെല്ലാം കാരണക്കാരിയായ അവളെ വെറുതെ വിടരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ അവളുടെ കണ്ണുനീര് കണ്ടും അവളുടെ സങ്കടങ്ങൾ കേട്ടും മനസ്സലിഞ്ഞ് അവളുടെ ഒപ്പം നിൽക്കാനായിട്ട് പോകരുത്. എത്രയും വേഗം നമ്മുടെ പ്രിയങ്ക മോളെ രക്ഷിക്കാനാണ് നോക്കേണ്ടത് എന്ന് മുത്തശ്ശി ഇരുവരോടും അറിയിച്ചു. ഉടനെ യശോദ ദേവനാരായണനോട് പറഞ്ഞു, ദേവേട്ടാ, നമുക്ക് ഉടനെ തന്നെ മോളെ പോയി കാണണം, നമുക്ക് സ്റ്റേഷൻ വരെ പോകാം എന്ന് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ ദേവനാരായണനും യശോദയും അവിടേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഉടനെ സുകുമാരി പറഞ്ഞു, നിക്ക്, നിങ്ങൾ പോകുന്നത് കൊള്ളാം. ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചു, പ്രിയങ്ക മോള് ജയിലിലാകാനുള്ള കാരണക്കാരിയായ ആ രാധികയെ ഒരു കാരണവശാലും ഇനി നിങ്ങളുടെ മകളായി ഇവിടെ നിലനിർത്താൻ പാടില്ല. അവള് കള്ളക്കേസ് ഉണ്ടാക്കി നമ്മുടെ മോളെ കൊടുക്കാൻ ശ്രമിച്ചതാണെങ്കിൽ ഒരിക്കലും അവളെ രക്ഷപ്പെടാനും അനുവദിക്കരുത്. ഇങ്ങനെയൊരു മകൾ നിങ്ങൾക്കില്ലെന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ പ്രിയങ്ക മോളെ രക്ഷപ്പെടുത്താൻ നോക്കാവൂ എന്ന് സുകുമാരി ഓർമ്മിച്ചു. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ ദേവനാരായണ യശോദയും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുകുമാരി പറഞ്ഞു, ഇതോടെ ആ രാധിക എന്ന ശല്യം എന്നേക്കുമായി ഈ വീട്ടിൽ നിന്ന് ഒന്ന് ഒഴിവായി കിട്ടണേ എന്ന് സുകുമാരി ശപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ദേവനാരായണനും യശോദയും നേരെ സ്റ്റേഷനിലേക്ക് എത്തി. പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കയറി വന്നത് എസ് ഐ കാണാനായി അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ കോൺസ്റ്റബിൾമാർ പറഞ്ഞു, അതെ, നിങ്ങളിങ്ങ് വന്നേ, നിങ്ങൾ എന്തിനാ ഇവിടേക്ക് എത്തിയത് എന്ന് അന്വേഷിച്ചു. ഉടനെ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറി വരുമ്പോഴാണ് അവിടെ ലോക്കപ്പിൽ കിടക്കുന്ന പ്രിയങ്ക അവിടെ നിന്ന് ഉറക്കെ വിളിച്ചത്. അച്ഛാ, അമ്മേ എന്ന് വിളിച്ചതും രണ്ടുപേരും പ്രിയങ്കയുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് നോക്കി. പ്രിയങ്കയ്ക്ക് അരികിലേക്ക് ചെന്ന് മോളോട് സംസാരിക്കാനായി അരികിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ എത്തിയ കോൺസ്റ്റബിൾ വിളിച്ചു, അതെ, നിങ്ങളിങ്ങ് വാ എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾ ഇരുവരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സി ഐക്ക് മുന്നിലേക്ക് എത്തിയതും എന്താ നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചു. സാർ, ഞങ്ങളിവിടെ നിന്നോളാം എന്ന് പറഞ്ഞതും ആദ്യം നിങ്ങൾ ഇരിക്കേ എന്ന് സി ഐ ഇരുവരോടും അറിയിച്ചു. അങ്ങനെ യശോദയും ദേവനാരായണനും ആ ചെയറിലിരുന്നതിന് ശേഷം പ്രിയങ്കയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ മോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവളുടെ കൂടപ്പിറപ്പിനെ കൊല്ലാൻ ശ്രമിക്കുമോ സാറേ എന്ന് യശോദയും അന്വേഷിച്ചു. ഉടനെ സി ഐ ചോദിച്ചു, അതെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അവളുടെ കൂടപ്പിറപ്പെന്ന് പറഞ്ഞ ഈ രാധിക എന്ന് പറയുന്ന പെൺകുട്ടി അത് നിങ്ങളുടെ മകളാണോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, അവൾ നിങ്ങളുടെ മകളാണോ? അത് കേട്ടതും ദേവനാരായണ യശോദയും പരസ്പരം നോക്കി. എന്നിട്ട് ദേവനാരായണൻ പറഞ്ഞു, അല്ല, അവളെ ഞങ്ങൾ എടുത്തു വളർത്തിയതാണ്, എങ്കിലും അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെയാണ് വളർന്നു വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പോലീസ് പറഞ്ഞു, അതെ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയും. ഏത് കുറ്റവാളികൾ ഇവിടെ വന്നാലും അവരുടെ ബന്ധുക്കൾ പറയുന്നത് അവർ പാവങ്ങളാണെന്നും അവർ നിരപരാധികളാണെന്നുമാണ്. പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് വെറുതെ പറയാൻ കഴിയില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ഓരോ വിധി എഴുതുമ്പോൾ ഞങ്ങൾ കണ്ടെത്തുന്നത് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മകൾ ചെയ്ത കുറ്റത്തിന് വ്യക്തമായ തെളിവുകളോട് കൂടിയാണ് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയിച്ചു. ഉടനെ ദേവനാരായണൻ പറഞ്ഞു, ഞാനൊരു പൂജാരിയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ മാത്രമേ എനിക്ക് അറിയിക്കുകയുള്ളൂ. അതുകൊണ്ട് വലിയ വലിയ ആളുകളുമായിട്ട് എനിക്ക് യാതൊരു പരിചയവുമില്ല. എൻ്റെ മോളെ ദേവി ചെയ്ത് രക്ഷിക്കണം, അവളെ വെറുതെ വിടണം, ഇങ്ങനെ ഒരു തെറ്റ് എൻ്റെ മോള് ചെയ്യില്ല എന്ന് വീണ്ടും പ്രിയങ്കയെക്കുറിച്ച് ഇരുവരും അറിയിച്ചു. ഉടനെ ദേവനാരായണനോട് വീണ്ടും പോലീസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ദേവനാരായണൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ഒന്ന് കാണണം, അതിനനുവദിക്കുമോ? ഞങ്ങളൊന്ന് മോളെ കണ്ടോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് മകളെ കാണാം, പക്ഷേ എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മകൾ നിരപരാധിയാണെന്നും കുറ്റക്കാരിയല്ലെന്നും നിങ്ങൾ പറയുന്നതനുസരിച്ച് എനിക്ക് അവരെ വെറുതെ വിടാനാവില്ല. വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മകളെ അറസ്റ്റ് ചെയ്തത്. പിന്നെ നിങ്ങളിപ്പോൾ മകളെ കാണാം, പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മകള് എൻ്റെ ജോലി തെറിപ്പിക്കുമെന്നൊക്കെ എന്നെ വെല്ലുവിളിച്ച ആളാണ്. അങ്ങനെ ഒരു വെല്ലുവിളിയൊന്നും വേണ്ട എന്നുകൂടി മകളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് എന്ന് സി ഐ അവരോട് പറയുന്നു. ഉടനെ തന്നെ സി ഐ പറഞ്ഞത് കേട്ട് ദേവനാരായണനും യശോദയും മോളെ കാണാനായി ലോക്കപ്പിനരികിലേക്ക് എത്തി. പ്രിയങ്ക ഇരുവരെയും കണ്ടതും വേഗം ചാടി എഴുന്നേറ്റ് അരികിലേക്ക് വന്നു. അച്ഛാ,
പോലീസ് മനഃപൂർവ്വം കള്ളക്കഥ കെട്ടിച്ചമച്ച് എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അന്ന് ഞാൻ ആ ലൊക്കേഷനിൽ പോയി ചേച്ചിയുടെ ഷൂട്ടിംഗ് കാണാനായിട്ട്. അതല്ലാതെ കണിമംഗലത്ത് അടുക്കളയിൽ കഴിയുന്ന ഞാൻ എങ്ങനെയാണെച്ചാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പ്രിയങ്ക ദേവനാരായണനോട് ചോദിച്ചു. ദേവനാരായണൻ പറഞ്ഞു, മോളെ അച്ഛൻ എന്ത് ചെയ്യാൻ കഴിയും? നീ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് അവരുടെ ഈ തെളിവുകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, ഒരു കാര്യം എനിക്കറിയണം. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ എന്തിനാണ് സി സാറിനെ വെല്ലുവിളിക്കാൻ പോയത്? സാറിന്റെ തൊപ്പി തെറിപ്പിക്കുമെന്നോ ജോലി ഇല്ലാതാക്കുമെന്നൊക്കെ സാറിനെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു, അത് ഞാൻ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞു പോയതാണ് അച്ഛാ. അങ്ങനെയൊന്നും ചെയ്യാനായിരുന്നില്ല. പക്ഷേ എൻ്റെ ടെൻഷൻ കൊണ്ടും അപ്പോഴത്തെ സങ്കടം കൊണ്ടും അങ്ങനെ പറഞ്ഞതാണ് എന്ന് പ്രിയങ്ക അറിയിച്ചു. എന്തായാലും അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. അച്ഛൻ വരുണിനെ ഒന്ന് വിളിക്കേ. കണിമംഗലത്ത് നിന്ന് ആരും ഇതുവരെയായിട്ടും എൻ്റെ കാര്യം അന്വേഷിച്ച് ഇവിടെ എത്തിയിട്ടില്ല. അച്ഛനൊന്ന് വരുണിനെ വിളിച്ച് പറയുകയാണെങ്കിൽ വരുൺ വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അച്ഛൻ വരുണിനോടൊന്ന് പറ എന്നറിയിച്ചു. ഉടനെ ദേവനാരായണൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് മോനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്താ സത്യാവസ്ഥയെന്ന് അറിയില്ലല്ലോ, മോനോട് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞ് ദേവനാരായണനും യശോദയും പുറത്തേക്ക് പോകുന്നു. പ്രിയങ്ക ആകെ വിഷമത്തോടെ ലോക്കപ്പിൽ കിടന്ന് കരഞ്ഞു. പിന്നീട് വരുണിന്റെ ഫോൺ റിങ് ചെയ്യുന്ന സമയത്ത് വരുൺ ഫയലുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. മൊബൈൽ എടുത്ത് നോക്കിയതും ദേവനാരായണന്റെ നമ്പർ കണ്ടതോടെ കുറച്ചു നേരത്തേക്ക് വരുൺ ആ ഫോൺ കയ്യിലെടുത്തിട്ട് ആലോചിച്ചു. ഇതെടുക്കണോ വേണ്ടയോ, എന്തു പറയണം എന്നെല്ലാം ഓർത്ത് അവസാനം കോൾ അറ്റൻഡ് ചെയ്തതും ദേവനാരായണൻ പറഞ്ഞു, മോനെ ഞാനാ പ്രിയങ്ക മോളുടെ അച്ഛൻ. ഞാൻ ഇവിടെ സ്റ്റേഷനിലാണ് മോനെ. മോനൊന്ന് ഇവിടെ വരെ ഒന്ന് വരണം. എനിക്ക് ഈ പോലീസുകാരോട് സംസാരിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് മോനൊന്ന് വന്ന് ഒന്ന് സംസാരിക്കണം, മോളെ രക്ഷിക്കണം എന്ന് പറഞ്ഞതും ഉടനെ ദേവനാരായണനോട് വരുൺ പറഞ്ഞു, ഇല്ലച്ചാ, ഞാൻ വരില്ല. എനിക്ക് അങ്ങനെ ഒരാളെ പുറത്തിറക്കാനാവില്ല. അത് കേട്ട ഉടനെ ദേവനാരായണൻ ചോദിച്ചു, മോനെ അത് പ്രിയങ്ക മോള് എന്ന് പറഞ്ഞതും ദേവനാരായണനോട് വരുൺ ചോദിച്ചു, അച്ഛാ, സ്വന്തം ചേച്ചിയോടാണ് ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചിരിക്കുന്നത്. രാധികയോട് ഇങ്ങനെ ഒരു ചതി കാട്ടാൻ എങ്ങനെ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു? സ്വന്തം ചേച്ചിയെ കൊല ചെയ്യാനായിട്ടാണ് മറ്റുള്ളവർക്ക് പണം നൽകിയത്. അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത് ഒന്നും അറിയാതെ ഒരു പാവത്താനെ പോലെ നമുക്കിടയിൽ നിൽക്കുന്നു. ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് അച്ഛാ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്നത്? ഒന്നുമല്ലെങ്കിലും അച്ഛൻ്റെ മോള് തന്നെയല്ലേ രാധിക. അപ്പോൾ അയാളെ കൊല്ലാൻ ശ്രമിച്ച ആളോട് എങ്ങനെയാണ് അച്ഛൻ പ്രതികരിക്കുക എന്ന് ചോദിച്ചതും ദേവനാരായണൻ പറഞ്ഞു, മോനെ ഇത് പോലീസുകാർക്ക് എന്തോ അബദ്ധം പറ്റിയതാണെന്നാണ് തോന്നുന്നത്. അവർക്ക് എന്തോ തെറ്റിദ്ധാരണ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, അച്ഛാ, അച്ഛന് പറയുമ്പോഴൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങൾ അച്ഛൻ ചിന്തിക്കും. പക്ഷേ സത്യം അതല്ലല്ലോ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പ്രിയങ്ക വെറുതെ ഒരു ഡ്രാമ നടത്തുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ പ്രിയങ്ക എല്ലാവരെയും കബളിപ്പിക്കുക തന്നെയാണ്. അച്ഛാ, എന്തായാലും എനിക്ക് വരാനാവില്ല. രാധികയോട് പ്രിയങ്ക കാണിച്ച ഈ ക്രൂരത കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതുകൊണ്ട് അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒരിക്കലും പ്രിയങ്കയോട് ക്ഷമിക്കാനാവില്ല. അച്ഛനോട് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് വരുൺ ഫോൺ വെച്ചു. ദേവനാരായണനാകെ വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് യശോദ എത്തി. എന്താ മോനെ വിളിച്ചോ? മോനെന്താ പറഞ്ഞത് എന്ന് ചോദിച്ചതും ദേവനാരായണൻ പറഞ്ഞു, നമ്മുടെ മോള് തെറ്റുകാരി ആയതുകൊണ്ട് അവർക്കാർക്കും മോൾക്ക് വേണ്ടി ഇവിടെ വന്ന് സംസാരിക്കാൻ കഴിയില്ലെന്നും അവരാരും വരില്ലെന്നുമാണ് അറിയിച്ചത്. ഉടനെ യശോദ പറഞ്ഞു, നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചതും വാ നമുക്ക് സാറിനോടൊന്ന് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ് ദേവനാരായണൻ യശോദയും വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് പോയി. പ്രിയങ്ക ആകെ വിഷമിച്ചങ്ങനെ സെല്ലിൽ കിടക്കുമ്പോഴാണ് അകത്തേക്ക് വന്ന ദേവനാരായണനും യശോദയും വീണ്ടും അവരുടെ മകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി CSRനോട് വീണ്ടും താണകൊണ്ട് അപേക്ഷയോടെ ചോദിച്ചു, സാർ, എൻ്റെ മോള് തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനാവില്ല സാർ. അതുകൊണ്ട് അവളെ ഒന്ന് വെറുതെ വിടാമോ? ഞങ്ങൾക്കൊപ്പം അവളെ അയച്ചുകൂടെ എന്ന് ചോദിച്ചു. ഉടനെ CA പറഞ്ഞല്ലോ തിരുമേനി, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തിയതല്ലേ. വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ റിലേറ്റീവ്സ് എല്ലാവരും അവരുടെ മക്കൾക്കും അവരുടെ ബന്ധുക്കളും ഒക്കെ തെറ്റുകാരല്ലെന്ന് ഇവിടെ വന്ന് വാദിക്കുമ്പോൾ
അവർ ചെയ്ത തെറ്റുകൾക്ക് കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിങ്ങളത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അവർ ചെയ്ത തെറ്റതല്ലാതാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇനി നിങ്ങൾ എത്ര പറഞ്ഞാലും പ്രിയങ്കയെ വെറുതെ വിടാനാവില്ല. അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കോടതി തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് എന്നറിയിച്ചു. ഉടനെ ദേവനാരായണൻ പറഞ്ഞു, ഇല്ല സാറേ, കോടതിയിലേക്ക് എൻ്റെ മോളെ കൊണ്ടുപോകാൻ അതെനിക്ക് അനുവദിച്ചു തരാനാവില്ല. സാറ് ഞാൻ പറയുന്നത് പോന്ന് കേൾക്കണം. എൻ്റെ മോളെ ഞങ്ങൾക്കൊപ്പം അയക്കണം. അല്ലെങ്കിൽ എൻ്റെ മോളെ ഇവിടുന്ന് ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കുന്നത് വരെ ഞാനിവിടെ നിരാഹാരമായിരിക്കും. ഇതെൻ്റെ തീരുമാനമാണ്. ഞാൻ എൻ്റെ മോളുടെ അച്ഛനല്ലേ. അതുകൊണ്ട് എൻ്റെ മോളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുള്ളതല്ലേ. അതുമാത്രമല്ല, അവൾ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അവൾ തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവരും സ്ഥാപിച്ചെടുക്കുമ്പോൾ അവളെ രക്ഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ടല്ലോ. എനിക്ക് വലിയ വലിയ ആളുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മോളെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകാൻ വേറെ ആരോടും അപേക്ഷിക്കാനും ആകില്ല. സാറ് മാത്രമേ ഉള്ളൂ. സാറ് ദയവ് ചെയ്ത് എൻ്റെ മോളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ദേവനാരായണൻ യശോദയും വിളിച്ചുകൊണ്ട് താൻ ഇന്നു മുതൽ ഇവിടെ നിരാഹാരം ഇരിക്കുകയാണെന്ന് പറഞ്ഞ് ദേവനാരായണൻ അവിടെ നിന്ന് പോന്നു. അപ്പോഴേക്കും CI അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു, ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യൂടോ? നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ അവരോട് പറഞ്ഞതല്ലേ. പക്ഷേ അവരത് കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാനാകും എന്ന് ദേവനാരായണൻ്റെ ആ ഒരു സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ട് വളരെ വിഷമത്തോടെ രാധികയുടെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ച പ്രിയങ്കയെ രക്ഷിക്കാനായി എത്തിയ യശോദയുടെയും ദേവനാരായണൻ്റെ ഒപ്പം നിൽക്കാൻ തനിക്കാവില്ല എന്ന് CI കോൺസ്റ്റബിളിനോട് പറഞ്ഞു. പിന്നീട് യശോദ സങ്കടത്തോടെ രാധികയുടെ ഫോണിലേക്ക് വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്ത രാധികയോട് യശോദ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിലാണ് മോളെ. വരുണിനെ വിളിച്ച് പ്രിയങ്ക മോളെ രക്ഷപ്പെടുത്താനായി പ്രിയങ്ക മോൾക്ക് വേണ്ടി ഇവിടെ വന്നെന്ന് സംസാരിക്കാൻ അച്ഛൻ ചോദിച്ചു. പക്ഷേ വരുൺ വരില്ല എന്നാണ് പറഞ്ഞത്. വരുണുമല്ലെന്ന് മാത്രമല്ല, കണിമംഗലത്ത് നിന്ന് ആരും പ്രിയങ്ക മോൾക്ക് വേണ്ടി എത്തില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും അവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവൾ ചെയ്ത ഏറ്റവും വലിയ പാപം തന്നെയാണ്. പക്ഷേ എന്തായാലും അവൾ മോളായി പോയില്ലേ. അവളെ രക്ഷിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവില്ലല്ലോ. വെറുതെ അവളെ ഇവിടെ സ്റ്റേഷനിലിട്ടിട്ട് പോകാനും ആവില്ലല്ലോ എന്ന് യശോദ സങ്കടത്തോടെ പറയുമ്പോൾ രാധിക പറഞ്ഞു, അമ്മ വിഷമിക്കാതെ. പ്രിയയെ പുറത്തിറക്കാൻ എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് ഞാൻ വരുണിനോടൊന്ന് ചോദിക്കട്ടെ എന്ന് രാധിക അറിയിച്ചു. ഉടനെ യശോദ പറഞ്ഞു, അച്ഛനിവിടെ നിരാഹാരം ഇരിക്കുകയാണ് മോളെ അവർ പുറത്തിറക്കുന്നതിന് വേണ്ടി. എന്തായാലും ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ മോളെ എന്ന് പറഞ്ഞ് യശോദ വേഗം ഫോൺ വെച്ചു. രാധിക ആകെ സങ്കടത്തോടെ വരുണിൻ്റെ അരികിലേക്ക് ചെന്നു. വരുൺ ആ സമയം ഗാർഡനിൽ നിൽക്കുമ്പോൾ രാധിക വിഷമത്തോടെ അവിടേക്ക് എത്തി. വരുൺ എന്ന് വിളിച്ചതും, ആഹാ, താനിവിടെ വന്നോ? ഞാൻ തന്നെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് താൻ എങ്ങനെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടോ എന്ന് വരുൺ അതിശയത്തോടെ ചോദിക്കുമ്പോൾ രാധിക പറഞ്ഞു, വരുൺ, ഞാൻ വന്നത് പ്രിയങ്കയ്ക്ക് വേണ്ടിയാണ്. പ്രിയനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണം. അച്ഛനും അമ്മയും സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. അച്ഛൻ അവിടെ നിരാഹാരം ഇരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു, ഞാൻ അറിഞ്ഞു. അച്ഛൻ അവിടെ നിന്ന് എന്നെ വിളിച്ചിരുന്നു. അവിടെ ചെന്ന് പ്രിയങ്കയെ രക്ഷിക്കാനായിട്ട് പോലീസിനോട് സംസാരിക്കാൻ എന്നോട് അച്ഛൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഒരു കാരണവശാലും ഞാൻ അതിന് മുതിരില്ല. കാരണം തന്നെ അപായപ്പെടുത്താനാണ് ശ്രമിച്ചത്. അതുമാത്രമല്ല, സ്വന്തം ചേച്ചിയെന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ ഇല്ലാതാക്കാൻ നോക്കിയ പ്രിയങ്കയെ പോലൊരാളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്കണം. മാത്രവുമല്ല, ഇവിടെ പ്രിയങ്ക ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എൻ്റെ പെണ്ണിനെയാണ്. ആ നിലയ്ക്ക് അവളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പ്രിയങ്കയെ പുറത്തിറക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രിയങ്ക രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കുകയുമില്ല എന്ന് വരുൺ അറിയിച്ചു. രാധികയ്ക്കറിയുമോ, രാധികയെ അപായപ്പെടുത്താൻ ശ്രമിച്ച ആ സംഘടന സഹായികളെ ഞാനും റോഷും ചേർന്നാണ് പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചത് എന്ന് വരുൺ അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം രാധിക പറഞ്ഞു, വരുൺ, ഒരിക്കലും പ്രിയങ്ക അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം. അവൾക്ക് എന്നോട് ചില ദേഷ്യവും വിരോധമൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാരണവശാലും അവൾക്ക് എന്നെ അപായപ്പെടുത്താനാവില്ല. എൻ്റെ ജീവൻ എടുക്കാനായിട്ടുള്ള ശ്രമം നടത്താൻ അവളെ കൊണ്ടാവില്ല എന്ന്
രാധിക പറയുമ്പോൾ വരുൺ പറഞ്ഞു, അത് ശരി, വ്യക്തമായ തെളിവുകൾ എൻ്റെ പക്കൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ തന്നോട് ഇക്കാര്യം പറയുന്നത്. ഞാൻ തെളിവുകൾ തന്നെ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ്, എങ്കിലേ താൻ വിശ്വസിക്കൂ എന്നാണോ എന്ന് ചോദിച്ച് വരുൺ തൻ്റെ കയ്യിലിരുന്ന ആ മൊബൈലിലുള്ള വീഡിയോ രാധികയെ കാണിച്ചു കൊടുക്കുന്നു. ദാ ഇത് കണ്ടോ, ഇതിൽ അന്ന് അവിടെ ലൊക്കേഷനിലുണ്ടായിരുന്ന താൻ താഴേക്ക് വീഴുമ്പോൾ തന്നെ രക്ഷിക്കാനായി പിടിച്ചിരുന്ന ആ റോപ്പ് പിടിച്ചിരുന്നത് ഇവർക്കായിരുന്നു അത് പിടിക്കാനുള്ള ചുമതല നൽകിയിരുന്നത്. അവിടെ ആ അപകടം നടന്നതിന് ശേഷം അവരവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇത്രയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അറിയാമല്ലോ എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. വെറുതെ അവർക്ക് പണം കൊടുക്കേണ്ട ആവശ്യം പ്രിയങ്കയ്ക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിന് പിന്നിൽ പ്രിയങ്ക തന്നെ ആയിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്താണ് രാധിക വേണ്ടത്? അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഇത് മതി. ഈ ഒരു പ്രശ്നത്തോടെ പ്രിയങ്ക എന്ന ആ വലിയൊരു വിപത്ത് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാകും. തനിക്കറിയാമല്ലോ, പ്രിയങ്ക എന്ന ആ വിപത്തിനെ ഞാൻ ഇങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. എത്രയോ നാളുകളായി ഞാൻ ഇവിടെ സങ്കടത്തോടെയാണ് ജീവിക്കുന്നത്. എത്രയോ നാളുകളായി എൻ്റെ ജീവിതമെന്നും കണ്ണീരിലാണ്. കാരണമെന്തും തനിക്കറിയുമോ? തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിട്ടും തൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയാത്തതിൻ്റെ ദുഃഖം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് ദൈവം കൂടി തീരുമാനിക്കണമല്ലോ. എന്നാൽ ഇപ്പോൾ തന്നെ സ്വന്തമാക്കാൻ ദൈവം തന്നെയായിരിക്കും ഇങ്ങനൊരു പോംവഴി ഉണ്ടാക്കി തന്നത്. പ്രിയങ്ക എന്ന ആ വിപത്തിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഈശ്വരൻ കണ്ടെത്തി തന്ന ഒരു പോംവഴിയായിരിക്കും ഇത്. എന്തായാലും ഇനി പ്രിയങ്ക കണിമംഗലത്തും ഇല്ല, എൻ്റെ ജീവിതത്തിലും ഇല്ല, അത് തീർച്ചയാണ് എന്ന് പറഞ്ഞ് അവരങ്ങനെ നിൽക്കുമ്പോൾ രാധിക പറഞ്ഞു, എന്തായാലും എനിക്ക് പ്രിയങ്കയെ രക്ഷിച്ചേ പറ്റൂ, പ്രിയങ്കയെ പുറത്തിറക്കിയേ പറ്റൂ. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും ആരോട് വേണേലും അപേക്ഷിക്കാനും മാപ്പ് ചോദിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് രാധിക പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു, രാധിക, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പ്രിയങ്കയ്ക്ക് അവളുടെ കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവളെ പുറത്തിറക്കുന്നത് കൊണ്ട് തനിക്കൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. താൻ വലിയൊരു ആപത്താണ് വിളിച്ചു വരുത്തുന്നത് എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറഞ്ഞു, അനാഥയായിരുന്ന എനിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്നതാണ് ആ കുടുംബം. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്ന് പോകുമ്പോൾ വരുണാകെ ധർമ്മസങ്കടത്തിലായി. വരുണാകെ വിഷമത്തോടെ രാധികയോട് താൻ പറഞ്ഞിട്ടും താൻ കാണിച്ചു കൊടുത്ത തെളിവുകൾ കണ്ടിട്ടും അയാൾ വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ വരുണുമാകെ നിരാശയിലാകുന്നു. പിന്നീട് രാധിക ദേവനാരായണനെ യശോദയും സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞതോടെ അവിടേക്ക് പോയി അവരെ കാണണമെന്ന് തീരുമാനിച്ചു. ഇതിനിടയിൽ ദേവനാരായണൻ അവിടെ നിരാഹാരമിരുന്ന് പോലീസിനെ മനസ്സ് മാറ്റാനുള്ള ശ്രമം നടത്തുമ്പോൾ അവർക്കരികിലേക്ക് CI എത്തി. എന്താ തിരുമേനി, ഞങ്ങൾ പറഞ്ഞത് തിരുമേനിക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ചതും, ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ മോളെയാണല്ലോ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ സാറ് വാശി പിടിക്കുന്നത് എന്ന് ദേവനാരായണൻ ചോദിച്ചു. ഉടനെ തിരുമേനിയുടെ ആ വാക്ക് കേട്ടതോടെ ആ നിമിഷം തന്നെ SI തൻ്റെ കയ്യിലുള്ള ആ വീഡിയോ കാണിക്കാൻ തയ്യാറാവുന്നു. രാധികയെ അപായപ്പെടുത്താനായി ശ്രമിച്ച പ്രിയങ്കയെ രക്ഷിക്കുന്നതിന് വേണ്ടി ദേവനാരായണൻ ആവശ്യപ്പെടുമ്പോൾ ഉടനെ രാധികയ്ക്കെതിരെ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ വ്യക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ് CI ആ വീഡിയോ ദേവനാരായണനെയും യശോദയെയും കാണിച്ചു. അതോടെ പ്രിയങ്ക കുറ്റക്കാരിയാണ് എന്നുള്ള സത്യം ദേവനാരായണന് ബോധ്യമായി. ഉടനെ യശോദയും ദേവനാരായണനും പ്രിയങ്കയുടെ അരികിലേക്ക് ചെന്നു. അച്ഛാ, എന്താ പറഞ്ഞത്? CI എന്നെ വെറുതെ വിടുവോ എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണൻ പറഞ്ഞു, CI വെറുതെ വിട്ടാലും ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. രാധിക മോളെ കൊല്ലാനായി നീയല്ലേടി പണം കൊടുത്തത്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നീ ഇവിടെ നിന്ന് ഞങ്ങളെ കൂടി കബളിപ്പിക്കാൻ നോക്കുകയാണല്ലേ എന്ന് പറഞ്ഞ് ദേവനാരായണനും യശോദയും പ്രിയങ്കയെ കുറ്റവാളിയാണെന്നുള്ള ബോധ്യമുണ്ടായതോടെ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. തിരികെ വീട്ടിലേക്ക് എത്തിയ ദേവനാരായണൻ ഇതുപോലെ ഒരു പാപിയായ മകൾക്ക് ജന്മം നൽകിയതിൻ്റെ പേരിൽ ഭഗവാന് മുന്നിൽ തൻ്റെ കയ്യിൽ കർപ്പൂരം കത്തിച്ച് ക്ഷമ ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ രാധിക വീട്ടിലേക്ക് വന്നെത്തിയത്. ആറ്റുവാശ്ശേരിയിലേക്ക് കയറാൻ രാധികയെ അനുവദിക്കാതെ സുകുമാരി വാതുക്കെ തന്നെ നിന്നു. നീ അകത്തേക്ക് കയറണ്ട, നീ ശാപം പിടിച്ചവളാണ്. എൻ്റെ പ്രിയങ്ക മോളെ നീ കൊലയ്ക്ക് കൊടുത്തില്ലേ എന്നെല്ലാം ചോദിച്ച് രാധികയുടെ മുടിക്കുത്തിനെ പിടിച്ചു നിൽക്കുമ്പോൾ യശോദ അവിടേക്ക് എത്തുന്നു. അമ്മ എന്താ ഈ കാണിക്കുന്നത്? മോളെ വിട് എന്ന് പറഞ്ഞ് രാധികയെ അവിടുന്ന് സുകുമാരിയുടെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു.
പിന്നീട് രാധിക അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛൻ എവിടെയാണെന്ന് യശോദയോട് അന്വേഷിച്ചു. അച്ഛൻ പൂജാമുറിയിലുണ്ടെന്ന് യശോദ മറുപടി നൽകിയതും രാധിക വേഗം പൂജാമുറിയിലേക്ക് ഓടിയെത്തി. അവിടെ തൻ്റെ ഉള്ളം കൈയിൽ കർപ്പൂരം കത്തിച്ച് ഭഗവാന് മുന്നിൽ താൻ ചെയ്ത തെറ്റിന് മാപ്പിരന്നുകൊണ്ടിരിക്കുന്ന ദേവനാരായണനെ കണ്ടതും രാധിക അരികിലേക്ക് ഓടിയെത്തി അച്ഛൻ്റെ കയ്യിലെ ആ കർപ്പൂരം തട്ടിത്തെറിപ്പിച്ചു. മോളെ രാധികയെ എന്ന് വിളിച്ച് അച്ഛൻ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ട് സങ്കടത്തോടെ രാധിക അച്ഛൻ കരയുന്നത് കണ്ട് സഹിക്കാനാകാതെ എന്താ അച്ഛാ ഇങ്ങനെ എന്ന് ചോദിച്ച് അച്ഛനെ സമാധാനപ്പെടുത്തുന്നു.